നടൻ ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ പരാതിയിൽ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോന്റെ മൊഴിയെടുത്ത് കടവന്ത്ര പോലീസ്. ടിനി ടോം വർഗീയ അധിക്ഷേപം നടത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്ന് നടി മൊഴി നൽകി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ടിനി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മൊഴി. ടിനി ടോമിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം നീന കുറുപ്പിന്റെ മൊഴിയെടുത്തിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ഈ ആഴ്ച സമർപ്പിക്കും. ആര്യ വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആര്യ, ഈ ആഴ്ച തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിലുള്ള ഒരു മൊഴിയെടുക്കലൊക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ആരുടെയൊക്കെ മൊഴിയെടുക്കാൻ ബാക്കിയുണ്ട്? തീർച്ചയായിട്ടും ജിൽസി ഇന്നലെ തന്നെ പേരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴികൾ എടുത്തിരുന്നു. നീന കുറുപ്പിനെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായത്. അതോടുകൂടി തന്നെയാണ് ഇപ്പോൾ അമ്മ പ്രസിഡന്റിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ടിനി ടോമിനെതിരായ അൻസിബ നൽകിയ പരാതിയുമായി സംബന്ധിച്ച് ഈ ഒരു മതപരിവർത്തനവുമായി സംബന്ധിച്ച് മത അധിക്ഷേപം നടത്തി എന്നുള്ളതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുള്ളതാണ് ശ്വേത മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു നേരത്തെ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം ശ്വേത മേനോൻ ആവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ പോലീസിനും മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി ശ്വേത മേനോൻ മൊഴി നൽകിയിരിക്കുന്നത്. ഉടനെ തന്നെ ടിനി ടോമിന്റെ മൊഴി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ റിപ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഉടനെ തന്നെ ടിനി ടോമിന്റെയും 2 ദിവസത്തിനകം തന്നെ ടിനി ടോമിന്റെയും മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് ടിനി ടോമിന്റെ മൊഴി എന്തായിരിക്കും എന്നുള്ളതിലേക്കാണ് എല്ലാവരും ചൂണ്ടുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പലതവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് അന്വേഷണം ഏതുവഴിക്ക് നീങ്ങുന്നു, പോലീസിന് നൽകുന്ന മൊഴി എന്താണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. ഈ ഒരു ടിനി ടോമിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് 2 ദിവസത്തിനകം കടക്കുമെന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കിയത്. ശരി, ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത്.